പണ്ട് എൻ്റെ ഇളയ മകൻ ഈ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഞെട്ടിക്കരയും. ഇപ്പോൾ ഒരു ദിവസം എൻ്റെ ഭാര്യ ഒരു കാർഡ് പോലൊരു സംഗതി വാങ്ങിച്ചതിൽ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈ തൊട്ടിയിൽ നോക്കിയപ്പോൾ ഇത് കെട്ടി. ഞാൻ ചിതെന്താടീന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇത് തൊട്ടി ദുആ ആന്ന് പറഞ്ഞു. ദുആയെ പരിഹസിക്കാനല്ല, ഞാൻ അന്നേരം ചോദിച്ചു എന്തോ ദുആയിലും ഉണ്ടോ ഈ നല്ലതും തൊട്ടിയും? നമ്മൾ സാധാരണ തൊട്ടി ചെറ്റ എന്നൊക്കെ വിളിക്കുന്നത് ചിലരെ തരം താഴ്ത്താൻ വേണ്ടിയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ തൊട്ടി ദുആയും പിന്നെ അതുപോലെ വട്ടി ദുആ എന്നൊക്കെ പറഞ്ഞുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു തമാശയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരവസരത്തിൽ ഞാനൊരു സദസ്സിലിരിക്കുമ്പോൾ ഒരു ഉസ്താദ് കയറി വരുന്നു. അപ്പോൾ ഒരാൾ അടുത്തിരുന്ന ആളുടെ അടുത്ത് പറയുന്നു ദോ ഷെയ്ത്താൻ ഉസ്താദ് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തോ ഷെയ്ത്താൻ? അയ്യോ അത് അറിഞ്ഞുകൂടായൊക്കെ ആയിക്ക് പുള്ളിയെ. ഞാൻ പറഞ്ഞില്ല. അയ്യോ പുള്ളി മദ്രസയിലൊക്കെ ഓദിക്കുന്ന ആളാണ്, ഒരുമാതിരി ഷെയ്ത്താൻ കയറിയ പോലെ പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നത്, അതിനാ ഷെയ്ത്താൻ ഉസ്താദ് എന്ന് വിളിക്കുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ കൂടുതൽ സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അസല് ഗുണം എല്ലാത്തിനും ഉണ്ട്. അതായത് നല്ല അസലുള്ള, നല്ല പാരമ്പര്യമുള്ള, നല്ല ഉൾക്കരുത്തുള്ള, കാമ്പുള്ള ആളുകൾ ഉദ്യോഗസ്ഥരായാൽ ആ ഉദ്യോഗസ്ഥരാവും, കലാകാരന്മാരായാൽ ആ ലെവലിലുള്ള കലാകാരന്മാരാവും, സ്വാമിമാരും സന്യാസിമാരും ആയാൽ ആ റേഞ്ചിലായിട്ട് മാറും, ഉസ്താദന്മാരായാൽ അങ്ങനെ മാറും. ഇപ്പോൾ സ്വർണത്തിൻ്റെ കട്ടിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ കട്ടിയിൽ നിന്ന് വെള്ളി ആഭരണങ്ങൾ, കരിക്കട്ട കൊണ്ട് ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ ഇതല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനെ ഓരോന്നിനെയും മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. അത് ശരിക്കൊന്ന് പുറത്തറിയണമെങ്കിൽ നമ്മളൊന്ന് ചൊടിപ്പിക്കണം, അല്ലെങ്കിലൊന്നും അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ എനിക്കറിയാം ഒരു ആത്മീയതയുടെ ഒരു ഉന്നത സ്ഥാനീയനായ വ്യക്തിയെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി സന്ദർഭവും സംഗതിയൊക്കെ പറഞ്ഞാൽ ആ ആളാരാന്നറിയും. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ കൊണ്ടിരുത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ആൾ സംസാരിക്കാൻ തുടങ്ങി. സാധാരണ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. വളരെ തരംതാണ പദങ്ങൾ, തരംതാണെന്ന് പറഞ്ഞാൽ തെറിയല്ല കേട്ടോ. നമ്മൾ ചിലതിന് ചില വാക്കുകൾ പറയില്ല. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നതിന് നമ്മൾ പല ഗ്രേഡിൽ പറയുമല്ലോ. അതിലേറ്റവും ലോവസ്റ്റ് ഗ്രേഡ് ഉപയോഗിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പം വളരെ പെട്ടെന്ന് കേട്ടുകൊണ്ട് നിന്ന അവരുടെ അനുയായികളിൽ ചിലർ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെവിയിൽ ഇങ്ങനെ കുശുകുശിത്തിട്ട് വണ്ടി കൊണ്ടുവന്ന് പെട്ടെന്ന് അവരെ അവിടെ നിന്ന് കൊണ്ടുപോയി. കാരണം അവിടെ 1 മണിക്കൂർ ഇരുന്ന് പോയാൽ ഇതെല്ലാം പൊളിയും. ഞാനിതൊന്ന് ഓർത്ത എന്താണെന്നറിയാമോ? ഒരു ഉസ്താദ് സാമൂഹ്യ മാധ്യമത്തിൽ അൻസാരി സുഹരി എന്ന് പറയുന്നൊരു ഉസ്താദ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ. പുള്ളി വളരെ സരസമായി ഭംഗ്യന്തരേണ ചില ആശയങ്ങൾ പറയും. അത് ജനങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യമാണ്. സത്യത്തിൽ ആ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെ മനോഹരമായി ഒരു പൊതു സ്വീകാര്യതയോടൊപ്പം വളരെ കൃത്യമായി ഒരു കണ്ടൻറ്റ് കടത്തിവിടാൻ കഴിയുന്ന ഒരു സവിശേഷമായ ശൈലിയും അവതരണ ഭംഗിയും ആശയഗാംഭീര്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഒരു മുസ്ലിയാർ പറഞ്ഞതാണ്, ഇതൊന്ന് കേട്ടു നോക്ക്. അവരൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ച് അവരൊക്കെ ഇരുത്തേണ്ടടത്തിരുത്തി അവരെ വായടപ്പിച്ച ഞങ്ങൾക്ക് നീ ഒരു ചുക്കുമല്ലടാ സുഹരി. ഉണ്ടാ എന്തുവാ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചേ വായടപ്പിച്ച്. വേഷമൊക്കെ കണ്ടില്ലേ പുള്ളിയുടെ വേദിയും വേഷവും. അത് കഴിഞ്ഞപ്പോഴോ നീ ഒരു ചുക്കുമല്ലടാ സുഹരി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടില്ലേ, അടിമക്കണ്ണേ സിന്താവ, അടിമക്കണ്ണേ സിന്താവ. ഇവരൊന്നും പരാജയപ്പെടുത്തില്ല. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഒന്നാമത്തെ പുള്ളിയുടെ ആ വളരെ ഖുദ്സിയായ, തഹൂറായ, ഹലാലായ, ഹുർമത്തുള്ള വാചകമാണ് കേട്ടത്. നീ അടുത്തുണ്ട്. കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടോ? സമാധാനക്കുറവുണ്ടോ? എവിടുന്നാണ് എണീറ്റ് വരുന്നത്? ഇതെന്ത് ദീന? ഏത് സുന്നത്തിയ മഴത്ത? ഏത് കിണാപ്പിലെ സുന്യജ് പറയണ സുന്നി? എവിടുന്നാടാ എഴുന്നേറ്റ് വരുന്നത്? നിങ്ങളിപ്പോൾ ഈ വേദിയില്ലാതെ ഈ ശബ്ദം മാത്രം കേട്ടാൽ തോന്നും ഏതോ ഒരു കള്ളുകുടിയൻ വേറെ ആരെയോ പറയുവാണെന്ന് തോന്നും. കള്ളൊന്നും കുടിച്ച് ലഹരിയൊന്നും കയറിയതല്ല, ഉസ്താദാണ് ഉസ്താദ്. നീ എവിടുന്നാടാ എഴുന്നേറ്റ് വരുന്നത്? നീ ഏത് ക്ണാപ്പിലെ സുന്നിയാടാന്ന്? ഇങ്ങനെയുണ്ട് കെടുതാപ്പ്. ക്ണാപ്പെന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും പറയുമ്പം എല്ലാവരും വരും അനിലണ്ണോ, അനിൽ ചേട്ടോ, അനിൽ കുമാരോ. ദീൻ ആര് പറയണമെന്നാണ് പറയുന്നത്? ഇതുപോലുള്ളവർ പറയണമെന്നാണ് പറയുന്നത്. എവരുടെ കയ്യിലാണ് ദീന്? മനസ്സിലായോ? തീർന്നില്ല.
ഒന്നുകൂടെ കാണണം, നോക്കട്ടെ. ഇവിടെ എന്ത് സുഹരി, ഞങ്ങൾ ഇതിനേക്കാളൊക്കെ വലിയ മാളത്തിൽ എന്നിട്ട് പുകച്ച് പുറത്തിയാടിച്ച ടീമിന് ഈ ഞങ്ങൾക്ക് എന്ത് കിണാപ്പാടയൊക്കെ. അതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ പാമ്പ് പിടുത്തക്കാരാണ്, മാളത്തിൽ ചെന്ന് പുകച്ച് പുറത്തിയാടിക്കുന്നവരാണ്. എന്ത് കിണാപ്പാന്നാണ് തോന്നിക്കുന്നത്. ശൈത്താൻ ഉസ്താദ് എന്ന് പറഞ്ഞതുപോലെ കിണാപ്പൻ ഉസ്താദ് എന്ന് വിളിക്കണം ബഹുമാനപ്പെട്ടവരെ. ആദരവാക്കപ്പെട്ട ശബ്ദം കൊണ്ട് അത്ര മനോഹരമായ കിണാപ്പിലെ കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സാധാരണ പല പേരുകളിട്ടിട്ട് ഈ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ ഓരോ പേരിടുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ പേരെന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ കടുകട്ടി പേര് കാണും അതിൻ്റെ മുമ്പിലും പിമ്പിലും അല്ല. പേരൊക്കെ കാണിച്ചാന്നല്ലോ എല്ലാവരെയും പേടിപ്പിക്കുന്നത്. നമ്മുടെ ഒന്നും പേര് പറഞ്ഞാൽ ആരും പേടിക്കത്തില്ലല്ലോ. ഇപ്പം എൻ്റെ പേര് അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആര് പേടിക്കാനാണ്? അതേസമയം അൽ ഹാജ് അനിൽ മുഹമ്മദിൽ ഖദ്ദാവിയിൽ ഖുദ്സിയിൽ അൽ ബുഹരിയിൽ സുഹരിയുൽ ഖബീർ ബ്രാക്കറ്റിൽ ജംഗ്ഷൻ ഹാക്ക് തങ്ങൾ എന്നൊക്കെ ഇട്ടാൽ ഒരു 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 പിടുത്തം വരുത്തുള്ളൂ. എന്തിനാ പുള്ളി ഇതെല്ലാം പറയുന്നതെന്നറിയാമോ? സുഹരി ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? ഇദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ വേദിയിൽ വെച്ച് ഏതോ ഒരു തങ്ങളുടെ നീണ്ടു കിടക്കുന്ന ആദരവാക്കപ്പെട്ട കണങ്കാലുകൾ പിടിച്ച് ഒരടിമക്കണ്ണ് മുത്തിയപ്പോൾ അങ്ങനെ മുത്തല്ലേടാ എന്ന് പറഞ്ഞതിനാണ് ഈ അണ്ണാക്കിൽ പടക്കം പൊട്ടിച്ച് മാളത്തിൽ പോയി പുകച്ച് ചാടിച്ച് വായടപ്പിക്കുന്നത്. അതേസമയം സുഹരി മുത്തടാ, കാലിൽ നീ പാദത്തിലല്ലയോടാ മുത്തിയത്, കുറച്ചുകൂടെ മേപ്പോട്ട് മുത്തടാ, എടാ മുത്തടാ, മുട്ടയെ മുത്തടാ, മുട്ടയെ മുത്തി മേളിലോട്ട് മുത്തടാ, അതിനും മേളിലോട്ട് മുത്തി 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 ഒടുവിൽ എൻ്റെ മുത്തുമണിയേ മുത്തുമണിയേ അങ്ങോട്ട് മുത്തടാ. അങ്ങനെയാണെങ്കിൽ സുഹരി വളരെ നല്ലവനാണ്, അല്ലാത്തത് കൊണ്ടാണ് ഈ അണ്ണാക്കിൽ പൊട്ടിക്കുന്നത്. ഇങ്ങനെ കിണാപ്പൻ ഉസ്താദന്മാരും കുറച്ച് കിണാപ്പിൽ അടിമകളും കിണാപ്പൻ നഗറിൽ വെച്ച് നടത്തുന്ന ഇതുപോലത്തെ കിണാപ്പൻ പരിപാടികൾക്കും മാർക്കറ്റുണ്ട്. പിന്നെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാനുണ്ട്. ഇവരൊന്നും തോൽക്കില്ല. കേരള കോൺഗ്രസ് തോറ്റു. 2 MP-മാരും ഒരുപാട് MLA-മാരും സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി തോറ്റു. പക്ഷേ ഇവർ തോക്കില്ല. എന്താ തോക്കാൻ കാരണം? ഒരിക്കലും തോൽക്കാൻ പാടില്ലാത്ത ഖുർആനുണ്ട് കയ്യിൽ, ഹദീസ് എന്ന പേരിലുണ്ട്, അറബുണ്ട്, പിന്നെ അടിമക്കണ്ണുമാരുണ്ട്. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഇവർ അടിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ആരുടെ അണ്ണാക്കിലും പൊട്ടിക്കും, ഏത് മാളത്തിലും കൊണ്ടുപോയി ഇവർ കൈയിടും, തലയിടും, എന്തുമിടും, എവിടെയും മുത്തും. മുത്തുമണിയേ മുത്തുമണിയേ. ഇപ്പോൾ സുഹരി ഉസ്താദിനോട് പിണങ്ങി വേണമെങ്കിൽ ഇവർ മുത്തുൽ കുത്തുബുൽ ബൈത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങ് തുടങ്ങും. എന്നിട്ട് എല്ലാവരും മുത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തും, ഒടുവിൽ എൻ്റെ മുത്താരം കുന്ന് വരെ മുത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. അസ്സലാമു അലൈക്കും.